നമുക്ക് ബാക്കി കഥ തുടരാം. ശരി. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ കണ്ടത് വിക്രമാദിത്യനും ആ ഗോവിന്ദന്റെ മകൻ ആ ചെറിയ കുട്ടിയും കൂടി ഒരു വഞ്ചി പോലെയിൽ തുഴഞ്ഞ് ആ ദ്വീപിലെത്തി. ആ ദ്വീപ് ഏതാണെന്നോ എന്താണെന്നൊന്നും വിക്രമാദിത്യ ചക്രവർത്തിക്ക് മനസ്സിലായില്ല. ആ ദ്വീപ് യഥാർത്ഥത്തില് ശബരിനാഥൻ എന്ന ഒരു രാജാവ് ഭരിച്ചിരുന്ന ശബരീപുരം എന്ന ഒരു ദ്വീപായിരുന്നു, ഒരു രാജ്യമായിരുന്നു. ഈ ശബരിനാഥൻ എന്ന രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ട്. അവൾക്ക് കല്യാണപ്രായമായി. പണ്ട് കാലത്തൊക്കെ ഈ രാജാകൊട്ടാരങ്ങളിലും രാജസദസ്സുകളിലൊക്കെ സംഭവിക്കാറുള്ളത്, രാജകുമാരിക്ക് വിവാഹപ്രായം എത്തി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആലോചിച്ച് കല്യാണം നടത്തുക എന്നല്ല. പണ്ട് കാലത്തൊക്കെ സ്വയംവരമാണ്. സ്വയംവരം എന്ന് പറഞ്ഞാൽ രാജകുമാരിയുടെ മുമ്പില് കല്യാണം കഴിക്കാൻ തയ്യാറായിട്ടുള്ള രാജകുമാരന്മാരും രാജാക്കന്മാരും വന്ന് നിരന്ന് നിൽക്കും, അല്ലെങ്കിൽ നിരന്നിരിക്കും. അവരിൽ ഏറ്റവും യോഗ്യനാണെന്നും ഏറ്റവും മിടുക്കനാണെന്നും രാജകുമാരിക്കും കൂടി ബോധ്യം വരുന്ന ഒരാളെ രാജകുമാരി തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുക്കുന്ന ആളുടെ കഴുത്തിൽ മാലയണിയിക്കും. ഇങ്ങനെയാണ് സ്വയംവരം. രാജകുമാരിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ വരിക്കുക, അതാണ് സ്വയംവരം എന്നുള്ള വാക്കിനർത്ഥം. പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. അല്ലാണ്ട് മുൻകൂട്ടി ബന്ധുക്കളൊക്കെ ആലോചിച്ച് ഒരു കല്യാണം നിശ്ചയിക്കുക എന്നുള്ള പരിപാടിയൊന്നും അന്നില്ല. രാജകുമാരിമാര് സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ ഭർത്താവായിട്ട് തെരഞ്ഞെടുക്കണം. ഇതാണ് രീതി. അപ്പോൾ നമ്മുടെ ശംഭുനാഥൻ രാജാവും തൻ്റെ മകൾക്ക് കല്യാണാലോചനയ്ക്കായിട്ട് പറ്റിയ രാജാക്കന്മാരാരാണെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. വിവരം അറിഞ്ഞപ്പോൾ രാജാവിന്റെ മകള് രംഭ, ഏകരംഭ എന്നാണ് മകളുടെ പേര്. ഏകരംഭ പറഞ്ഞു, അച്ഛാ എനിക്കും സ്വയംവരം തന്നെ മതി, അല്ലാണ്ട് ഏതെങ്കിലും രാജാവിനെ കണ്ടുപിടിച്ചുകൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കണ്ട. ഞാനും സ്വയംവരാണെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ തയ്യാറാവുള്ളൂ. മതി, അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്, അങ്ങനെയാണ്. എല്ലാ രാജകൊട്ടാരത്തിലും അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. ശംഭുനാഥൻ സമ്മതിച്ചു. അങ്ങനെ രാജകുമാരിയുടെ സ്വയംവരം ഉണ്ടെന്ന് എല്ലായിടത്തും അറിയിപ്പ് കിട്ടി. എല്ലാവരുടെ അടുത്തും ഡിക്ലറേഷൻ പോയി. ആ പ്രദേശങ്ങളിലെല്ലാം കൂടി ഒരു 19 വലിയ വലിയ രാജകുടുംബങ്ങളുണ്ട്. അവിടെ നിന്നുള്ള രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു. രാജാക്കന്മാരും രാജകുമാരന്മാരും ഈ ഏകരംഭേനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് എത്തി. അവരെല്ലാം താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ വിക്രമാദിത്യനും മകനും കൂടി അവിടെ വന്ന് കയറണത്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എവിടേക്കാ പോകേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നടക്കുന്ന സമയത്താണ് നോക്കുമ്പോൾ ആ പ്രദേശം മുഴുവനും വലിയ വലിയ അലങ്കാരങ്ങള്, ദീപാലങ്കാരങ്ങള്, ആൾക്കാരൊക്കെ ഉത്സവ പ്രതീതി, എല്ലായിടത്തും എന്തോ വലിയ ആഘോഷം നടക്കണു. എല്ലായിടത്തും ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്താ വിശേഷം, ഇവിടെ എന്താ സംഭവിക്കണേ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ഏകരംഭ രാജകുമാരിയുടെ സ്വയംവരമായി. അതിനു വേണ്ടിയിട്ട് നാനാദേശത്തു നിന്നും ധാരാളം രാജാക്കന്മാർ എഴുന്നള്ളിയിട്ടുണ്ട്. അതിന്റെ ആഘോഷമാണ്. ഞങ്ങളുടെ ഈ രാജ്യത്തെ രാജകുമാരിയുടെ വിവാഹ ആഘോഷമായതുകൊണ്ട് ഞങ്ങൾ ഇതൊരു ഉത്സവമായിട്ട് കൊണ്ടാടുകയാണെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ശരിയാണ്. ഒരു സ്ഥലത്ത് മേളം നടക്കണു, ഒരു സ്ഥലത്ത് സദ്യ നടക്കണു, ആൾക്കാർ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണു. അപ്പോൾ രാജാവ് വിചാരിച്ചു, ഈ വിക്രമാദിത്യൻ വിചാരിച്ചു, അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അന്വേഷിക്കണമല്ലോ. രാജാവ് എന്ത് ചെയ്യുന്നറിയോ? രാജാവിന്റെ കൂടെ എപ്പോഴും ആളുണ്ടല്ലോ. ആരാണ്? വേതാളം. കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടല്ലോ, വേതാളം ഇനി എല്ലാ ജീവിതകാലം മുഴുവനും വിക്രമാദിത്യ ചക്രവർത്തിയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് അന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. രാജാവ് വേതാളത്തിനെ വിളിച്ച് വരുത്തി. എന്താണ് വേതാളം, നമുക്കിവിടെ ചെയ്യാവുന്നൊരു കാര്യം? അപ്പൊ നമ്മുടെ വിക്രമാദിത്യന്റെ എപ്പോഴും കൂടെയുള്ള ആളാരാണ്? വേതാളം. വേതാളത്തിനെ വിളിച്ചു വരുത്തി. വേതാളത്തിനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ വിക്രമാദിത്യ ചക്രവർത്തി ചോദിച്ചു, നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? അപ്പൊ വേതാളം പറഞ്ഞു, രാജൻ, അങ്ങക്ക് ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലൊന്ന് പങ്കെടുത്ത് നോക്കാം. ഈ രാജകുമാരിയുടെ സ്വയംവരത്തിൽ നമുക്കൊന്ന് പങ്കെടുത്ത് നോക്കാം. രാജകുമാരിയുടെ പേരെന്താ? ഏകരംഭ. ഏകരംഭയുടെ സ്വയംവരത്തിൽ നമുക്കൊന്ന് പങ്കെടുത്ത് നോക്കാം. കൂടെയുള്ള ഈ കുമാരനുണ്ടല്ലോ, കുട്ടിയുണ്ടല്ലോ കൂടെ, ആ കുട്ടീനെ അവിടെ ഒരു വീട്ടിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഈ കുട്ടീനെ നിങ്ങൾ സംരക്ഷിച്ചോളണം, ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടാവരുത്. എന്നിട്ട് വിക്രമാദിത്യൻ എന്ന് പറയുമ്പോൾ രാജാവല്ലേ, രാജാവിന്റെ ആ വേഷഭൂഷാദികളും ആഭരണങ്ങളൊക്കെ, തലയിൽ കിരീടമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഊരി വേതാളത്തിനെ ഏൽപ്പിച്ചു. എന്നിട്ടൊരു സാധാരണ കച്ചവടക്കാരന്റെ, ഒരു സ്വർണം, രത്നം, വൈഡൂര്യം, അങ്ങനത്തെ വലിയ വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരന്റെ വേഷം മാറി വിക്രമാദിത്യൻ ആ രാജകൊട്ടാരത്തിന് അവിടേക്ക് ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു?
രാജകൊട്ടാരത്തിന്റെ മുമ്പില് ആ വലിയൊരു വലിയ ഒരു പുതപ്പ് കയ്യിലുണ്ടല്ലോ, ആ പുതപ്പ് അങ്ങോട്ട് വിരിച്ചു. എന്നിട്ട് വേതാളത്തിനെ വിളിച്ചു വരുത്തി. വേതാളം എന്ത് ചെയ്തു? ലോകത്തില് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ രത്നങ്ങള്, വൈഡൂര്യം, മാണിക്യം, സ്വർണം, ആഭരണങ്ങള്, പല മോഡലുള്ള ആഭരണങ്ങളൊക്കെ കൊണ്ടങ്ങനെ നിരത്തി. ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ആ കമ്പളത്തിന്റെ മുകളിൽ അങ്ങനെ നിരത്തി ഒരു വലിയ, അതിന്റെ മുകളിൽ വലിയൊരു ഷെഡ് പോലെയൊക്കെ കെട്ടി ശരിയാക്കി. ഒരു താൽക്കാലിക കച്ചവടം തുടങ്ങി അവിടെ. സ്വർണ്ണാഭരണങ്ങളുടെയും വൈഡൂര്യങ്ങളുടെയും രത്നങ്ങളുടെയും വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെയും ഒക്കെ ഒരു കച്ചവടങ്ങൾ തുടങ്ങി. രാജകൊട്ടാരത്തില് വിവാഹം കഴിക്കാൻ റെഡിയായിട്ട് കുറെ രാജാക്കന്മാർ വന്നിട്ടുണ്ടല്ലോ. അവരിതറിഞ്ഞപ്പോ ഓരോരുത്തരായിട്ട് വന്ന് നോക്കി. നോക്കുമ്പോ എന്താ ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങള്. രാജകുമാരിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണല്ലോ, രാജകുമാരിക്ക് ഒന്ന് ഇഷ്ടം തോന്നണ്ടേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അവർ കുറേശ്ശായിട്ട് മേടിക്കാൻ തുടങ്ങി. ഒരാൾ മേടിച്ചിടണ്ടപ്പോ അടുത്താളും വന്നു, അയാൾ കണ്ടു കഴിഞ്ഞപ്പോ അടുത്താളും വന്നു. അങ്ങനെ അങ്ങനെ 56 രാജാക്കന്മാരും കൊട്ടാരത്തിൽ ഇരിക്കാണ്ട് എല്ലാവരും കൂടി പുറത്തിറങ്ങി ഈ വിക്രമാദിത്യ ചക്രവർത്തി നടത്തുന്ന കടയുടെ മുമ്പിലേക്ക് എത്തി. അയാളൊരു, ആരും അറിയില്ലല്ലോ വിക്രമാദിത്യനാണെന്ന്, ആർക്കും അറിയില്ല. ഒരു സാധാരണ കച്ചവടക്കാരന്റെ വേഷത്തിലാണല്ലോ വന്ന് നിൽക്കണേ, വേഷം മാറി വന്ന് നിൽക്കല്ലേ. എല്ലാവരും അവിടെ നിന്നിട്ട് ഇയാള് മേടിക്കുന്നത് 50,000 രൂപയാണെങ്കിൽ അടുത്തവൻ 1,00,000 രൂപ മേടിക്കും. കാരണം ആരും മോശമാവരുതല്ലോ. രാജകുമാരിയുടെ അടുത്ത് പറയണ്ടേ ഞാനാണ് ഏറ്റവും വില കൂടിയ ആഭരണം മേടിച്ചിരിക്കണ, ഏറ്റവും വില കൂടിയ രത്നം എന്റേലാണെന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചടിക്കണല്ലോ. അതിനുവേണ്ടി എല്ലാ രാജാക്കന്മാരും വന്നിട്ട് ഈ ആഭരണങ്ങൾ ഓരോന്നും മേടിക്കാൻ തുടങ്ങി. രാജാവ് അവിടെ സ്വയംവരത്തിന്റെ സമയമായി, അതിന്റെ മുഹൂർത്തമായി. എല്ലാം നോക്കുമ്പോ എന്താ, ഈ രാജാവ് വിളിച്ചു വരുത്തിയ രാജാക്കന്മാരൊന്നും കസേരയെ കാണാനില്ല. എല്ലാവരും അവിടേക്ക് പോയി. ഇത് ഇവിടെ ഇത്ര നേരം ഇവിടെ ഇരിക്കേണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി പുറത്തേക്ക് പോയി മനസ്സിലായി. പുറത്തു പോയി നോക്കിയപ്പോ എന്താ, എല്ലാവരും ഇയാളുടെ മുമ്പിലുണ്ട്. ഈ രത്നവ്യാപാരിയുടെ മുമ്പിലിരുന്ന് ആഭരണങ്ങൾ വിലവേശി മേടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലാണ്. നമ്മുടെ ശംഭുനാഥ രാജാവ് വന്നു, അങ്ങേരും വന്ന് നോക്കിയപ്പോ ശരിയാണ്, ഇതല്ലോ ഇത് തന്നെയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഭരണങ്ങള്. രാജാവിനും ഇഷ്ടമായി. ശംഭുനാഥ രാജാവും കുറച്ച് ആഭരണങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ നോക്കുമ്പോ ഇത്രയും വില കൂടിയ ആഭരണങ്ങളൊക്കെ വിൽക്കാൻ തക്ക ശേഷിയുള്ള ഈ വ്യാപാരി ആള് ചെറുതൊന്നല്ല, മിടുക്കനാണ് അല്ലെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത്രയധികം കൊണ്ടുവരുന്നത്, ഇയാള് കേമനാണെന്ന് മനസ്സിലായപ്പോ രാജാവ് ഒരു സൂത്രപ്പണി ചെയ്തു. ഈ രത്നവ്യാപാരിനെയും കൂടി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ മോളുടെ സ്വയംവരമാണെന്ന്, അതിൽ പങ്കെടുക്കാനുള്ള രാജാക്കന്മാരാണ് ഈ വന്നേക്കണേ. അതുകൊണ്ട് അങ്ങും കൂടി ആ സ്വയംവരം നടക്കണ പന്തലിൽ വന്നിരുന്നോളൂ. ഇത്രയും അധികം ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും പണക്കാരനാണല്ലോ, അതിന്റെ കാശ് ഗുണം കിട്ടിയില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങും വന്നിരിക്കണം, ആ സ്വയംവരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രത്നവ്യാപാരിയായിട്ടുള്ള വിക്രമാദിത്യനെയും കൂടി ആ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തി. രാജാക്കന്മാരും രാജകുമാരന്മാരുള്ള വാക്കിൽ വന്നേക്കണേ. അവർക്കൊക്കെ സിംഹാസനം, നല്ല വിലപിടിപ്പുള്ള സിംഹാസനമാണ് ഇരിക്കണേ. ഇങ്ങേർക്ക് താഴെ ഒരു പായൊക്കെ വിരിച്ച് അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പുതപ്പൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ ഒരു കുഷനൊക്കെ വെച്ചിട്ട് അതിൽ താഴെ, കാരണം രത്നവ്യാപാരിയല്ലേ, രാജാവല്ലല്ലോ, രാജാവിന്റെ ഒപ്പം കയറിയിരിക്കാൻ പാടില്ലല്ലോ. ശരിക്കും വന്നിരിക്കണത് ആരാ? ശരിക്കും രത്നവ്യാപാരിയായിട്ട് വന്നിരിക്കണത് ആരാ? വിക്രമാദിത്യ ചക്രവർത്തിയാണ്. ഇവരെക്കാളും വലിയ ആളാണ് വന്നിരിക്കണേ. മനസ്സിലായി? അതൊന്നും ആർക്കാ തിരിച്ചറിയില്ല, വേഷം മാറിയില്ലിരിക്കണേ. അപ്പൊ രാജാവിന് തമാശ തോന്നി. രാജാവ് എന്ത് ചെയ്തു? അവിടെ ഇരുന്നുകൊണ്ട് മഹാകാളിനെ, അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം കാളിമാതാവാണല്ലോ, കാളിമാതാവിന്റെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവീ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ദേവി ഉടനെ എന്ത് ചെയ്തു? അവിടെ ഇരിക്കണ ഇതൊക്കെ മാറ്റി ഏറ്റവും വലിയൊരു സിംഹാസനമായിട്ട് അവിടെ വെച്ചു. ആ സിംഹാസനത്തിലാണ് ഇപ്പൊ വിക്രമാദിത്യ ഇരിക്കുന്നത്. മറ്റ് രാജകുമാരിക്ക് ഇരിക്കുന്നേക്കാളും ഭംഗിയും പ്രൗഢിയും ഭംഗിയുള്ളൊരു സിംഹാസനത്തില് ഇരിക്കുന്നു നമ്മുടെ രത്നവ്യാപാരി. രാജകുമാരി വന്നു, ഏകരംഭ സ്ഥലത്തെത്തി. കയ്യിലൊരു മാലയുണ്ട്, പൂമാലയുണ്ട്. 19 രാജാക്കന്മാരിങ്ങനെ ചുറ്റും നിരന്നിരിക്കുന്നുണ്ട്. ഒരറ്റത്തൊരു മൂലക്കില് അതിനേക്കാൾ ഭംഗിയുള്ള ഒരു കസേരയില് വലിയ സിംഹാസനത്തില് നമ്മുടെ രത്നവ്യാപാരി ഇരിക്കുന്നുണ്ട്. കണ്ടപ്പം തന്നെ രാജകുമാരിയുടെ മനസ്സ് അങ്ങോട്ട് പോയി. ഈ ബാക്കിയുള്ളവരെക്കാളും കാണാനും ഭംഗിയുണ്ട്, അതിനേക്കാൾ നല്ല ഭംഗിയുള്ള സിംഹാസനം, വില കൂടിയ സിംഹാസനത്തിലാണ് ഇങ്ങനെ ഇരിക്കണേ, ഇതാരാണ് എന്നുള്ള ചിന്ത രാജകുമാരിയുടെ മനസ്സിൽ ആദ്യമേ വന്നു. പക്ഷെ എല്ലാ രാജകുമാരന്മാരെയും ഇങ്ങനെ നോക്കി, എല്ലാവരെയും കഴിവുകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണെന്നൊക്കെ പരിശോധിച്ച് ഒരു 2-3 തവണ ആ മണ്ഡപത്തിനെയൊക്കെ വലം വെച്ച് വന്നു കഴിഞ്ഞപ്പോ രാജകുമാരിക്ക് തോന്നി ഇവരെക്കാളുടെ മിടുക്കൻ ഈ രത്നവ്യാപാരിയാണ്. രാജകുമാരി പോയിട്ട് രത്നവ്യാപാരിയുടെ കഴുത്തില് മാലയിട്ടു. ഉടനെ അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാർ ചൂടായി. ആഹാ, ഞങ്ങളെ ക്ഷണിച്ചു രാജാക്കന്മാരല്ലേ, രാജകുമാരിയുടെ കല്യാണം കഴിക്കേണ്ട രാജാക്കന്മാരല്ലേ, അതിന് വരെ ഒരു കച്ചവടക്കാരനാണോ കല്യാണം കഴിക്കണേ? രാജാക്കന്മാർ ചൂടായി. അവരവിടെ കിടന്ന് ബോളുണ്ടാക്കുന്നത്, ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. ഇത്രയും സമ്പത്തും സമ്പൽ സമൃദ്ധിയുള്ള ഞങ്ങൾക്ക് പകരം ഒരു സാധാരണ കച്ചവടക്കാരനെയാണ് നിങ്ങളുടെ രാജകുമാരി പോയി കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ഒച്ചയുണ്ടാക്കി. ഞങ്ങളെ അപമാനിക്കുകയാണ്, ഞങ്ങൾക്ക് പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ശംഭുനാഥ രാജാവ് പറഞ്ഞു, എന്റെ രാജകുമാരിയുടെ, എന്റെ മകളുടെ സ്വയംവരമാണ്,
അവൾക്ക് ഇഷ്ടമുള്ള ആരെയാണ് കല്യാണം കഴിക്കുക. അല്ലാണ്ട് അത് രാജാവിനെ ആവണമെന്നും രാജകുമാരനെ ആവണമെന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് സ്വയംവരത്തിന്റെ നിയമമാണ്, നിങ്ങൾ അനുസരിച്ചേ മതിയാവും. അവസാനം എല്ലാവരും സമാധാനിപ്പിച്ച് എല്ലാവരും പറഞ്ഞു വിട്ടു, എല്ലാ രാജാക്കന്മാരും തിരിച്ചുപോയി. ഈ സംഭവം ഈ ബഹളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഏകരംഭ രാജകുമാരി ബോധം കെട്ടു വീണു. ഉടനെ പരിചാരകന്മാരും ആൾക്കാരും കൂടി വന്ന് രാജകുമാരനെ അകത്ത് അറയിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരിക്ക് ബോധം വന്നു. രാജകുമാരിക്ക് ബോധം വന്ന് തെളിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോ ശംഭുനാഥ രാജാവ് അകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്റെ മോളെ നീ എന്ത് മണ്ടത്തര കാണിച്ചത്? ഇത്രയും 56 രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ടരായ രാജാക്കന്മാരിയ്ക്കുമ്പോ അവരെയൊക്കെ കളഞ്ഞിട്ട് നീ ഒരു സാധാരണ കച്ചവടക്കാരനെയാണ് പോയി കല്യാണം കഴിച്ചത്. ഇതെന്ത് കുഴപ്പം? നമ്മുടെ രാജ്യത്തിന് ആകെ അപമാനമായില്ലേ? ഒരു രാജാവിനല്ലേ കല്യാണം കഴിക്കണ്ട, അതിന് വരെ ഒരു വ്യാപാരിനെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? നീ രാജ്യത്തിന് ആകെ അപമാനം വരുത്തി വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോ രാജകുമാരി പറഞ്ഞു, അച്ഛാ അങ്ങനെയല്ല, അദ്ദേഹത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, അത് താമസിയാതെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാം. ആ ഒരു സാധാരണ രത്നവ്യാപാരി ഒന്നല്ല, കണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ളത്. നമുക്ക് ഇന്ന് രാത്രി തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ശരി, നമ്മളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പോൾ ഏകരംഭ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യണം, വിശാലമായിട്ടുള്ള വലിയൊരു ഹോള്, ആ ഒരു ഹോള് അറേഞ്ച് ചെയ്യണം. ആ ഹോളിന്റെ നടുവിൽ ഒരു കർട്ടൻ, ഒരു വലിയ തിരശീല കർട്ടൻ ഇടുക. മനസ്സിലായി? കർട്ടൻ രണ്ടറ്റത്തും വലിച്ച് കെട്ടണം. ഒരു കർട്ടന്റെ ഒരു സൈഡില് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു കട്ടില് റെഡിയാക്കി ഇടുക, ഇപ്പുറത്തെ സൈഡിലും മറ്റൊരു കട്ടില് റെഡിയാക്കി ഇടുക. അപ്പുറത്തിരിക്കുന്ന കട്ടിലേക്ക് ആ വ്യാപാരിനെ കൊണ്ടിരുത്തുക രാത്രിയാകുമ്പോൾ. ഇപ്പുറത്തെ കട്ടില്, ഈ കർട്ടന്റെ ഇപ്പുറത്തെ സൈഡില് കട്ടില് ഞാനും ഇരിക്കാം. അച്ഛനും അമ്മയും മറ്റു പരിവാരങ്ങളൊക്കെ ഈ മുറിക്ക് പുറത്ത് ഒളിച്ചിരുന്ന് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം, ഞങ്ങൾ തമ്മിലുള്ള വർത്തമാനം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം മനസ്സിലാവും ഇയാൾ ആരാന്നുള്ളത്. ശരി, അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. രാജകുമാരി ആവശ്യപ്പെട്ട പോലെ വലിയൊരു ഹോളിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു. ഒരു വലിയ കർട്ടൻ അതിന്റെ നടുവിൽ കൂടെ വലിച്ചു കെട്ടി. അപ്പുറത്തെ സൈഡിലെ കട്ടിലേക്ക് രത്നവ്യാപാരി, ആരാണ് രത്നവ്യാപാരി? രത്നവ്യാപാരിയായിട്ട് വേഷം മാറി വന്നതാരാ? വിക്രമാദിത്യൻ. വിക്രമാദിത്യ ചക്രവർത്തി അവിടെ കൊണ്ട് ആനയിച്ചിരുത്തി. ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ തന്നെ ഈ വഴിയിൽ നിൽക്കുന്ന സേവകന്മാരും രാജകൊട്ടാരല്ലേ, ഭടന്മാരൊക്കെ കാവലൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പുച്ഛം. ഒരു വലിയ കച്ചവടക്കാരൻ വന്നിക്കണു രാജകുമാരിനെ കല്യാണം കഴിക്കാനായിട്ട്, പൊട്ടനിൽ ലോട്ടറി അടിച്ച മാതിരി. ഇവനൊക്കെ വല്ലവരും കൊട്ടാരത്തിൽ കയറ്റുമോ? വെറും ഒരു സാധാരണ കച്ചവടക്കാരനല്ലേ, ഇവനൊക്കെ ആരെങ്കിലും രാജകുമാരിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമോ? ഇവന്റെ ഒക്കെ ഒരു യോഗം നോക്കണമെന്ന് പറഞ്ഞ് വഴിയിൽ നിൽക്കണ സേവകന്മാരും ഭടന്മാരും മറ്റു കാണുന്ന ആൾക്കാരൊക്കെ ചക്രവർത്തിനെ പുച്ഛിക്കാൻ തുടങ്ങി. അവർക്കറിയില്ല ഇത് വിക്രമാദിത്യ ചക്രവർത്തി എന്ന്, സാധാരണക്കാരന്റെ വേഷത്തിലല്ല വന്നിക്കണേ. അപ്പൊ അകത്ത് കയറി കഴിഞ്ഞപ്പോ രാജാവിനും ആൾക്കാർക്കൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല. അതെ, അവിടെയുണ്ട്, ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അവരങ്ങ് പോയി. അപ്പോ വിക്രമാദിത്യന് മനസ്സിലായി, ഇതിനുള്ളിൽ എന്നെ എല്ലാവരും കൂടെ അപമാനിക്കുകയുള്ളൂ, എനിക്ക് യാതൊരുവിധ അംഗീകാരം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ വിക്രമാദിത്യൻ എന്ത് ചെയ്തു? വേതാളത്തിനെ വീണ്ടും വിളിച്ചു വരുത്തി. വേതാളത്തിനോട് പറഞ്ഞു, അതെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്നെ അപമാനിക്കാനുള്ള ശ്രമം ഉണ്ടാവും, അതുകൊണ്ട് വേതാളം ഒരു കാര്യം ചെയ്യണം. വേതാളത്തിന് രൂപമില്ലല്ലോ, കാഴ്ചയിൽ ആർക്കും കാണാൻ പറ്റില്ല, വിക്രമാദിത്യന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളം നീ കർട്ടന്റെ ഉള്ളിൽ കയറിയിരിക്കുക, കർട്ടന്റെ ഉള്ളിൽ നിന്നോളുക, ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നീ സംസാരിക്കണം, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. വേതാളം സമ്മതിച്ചു. വേതാളം വിക്രമാദിത്യന്റെ കൂട്ടുകാരനാണല്ലോ. ആരും കാണാതെ ആ കർട്ടന്റെ ഉള്ളില് വേതാളം ഒളിച്ചിരുന്നു. അങ്ങനെ രാജകുമാരി അപ്പുറത്ത് വന്നിരുന്നു. രാജകുമാരി ഇങ്ങനെ അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്, ഒന്നും താവണില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ വിക്രമാദിത്യൻ രത്നവ്യാപാരിയുടെ വേഷത്തിലിരിക്കുകയാണല്ലോ, പറയാൻ തുടങ്ങി, ഞാൻ ഈ രാജ്യത്ത് വന്നു പെട്ടു, ഇവിടെ വന്ന് ഇവിടുത്തെ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് രാജകുമാരിനെ സ്വയംവരം എന്നറിഞ്ഞ് ഇതിനകത്ത് കയറിപ്പെട്ടു. രാജകുമാരി എന്റെ കഴുത്തിൽ മാല ഇടിയിച്ചു, എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, എന്നെ ഒന്ന് പരസ്പരം കാണാൻ പോലും പറ്റണില്ലോ, രാജകുമാരി എവിടെയാണാവോ, അപ്പുറത്ത് എവിടെ കണ്ടിരിക്കുന്നു തോന്നുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ കൂട്ടിന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുകയാണ്, ആ കൂടി ഒരു കർട്ടൻ മാത്രമുണ്ട്, അതുകൊണ്ട് കർട്ടനോട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ് കർട്ടനോട് വർത്തമാനം പറഞ്ഞ പോലെ പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട കർട്ടൻ തിരശ്ശീലെ, നീയെങ്കിലും എന്റെ വിഷമം മാറ്റാനായിട്ട് നിനക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോ കർട്ടനുള്ള ആരായിരിക്കണേ? വേതാളം ഉണ്ട്. വേതാളം പറഞ്ഞു, ഞാനൊരു തുണിക്കഷ്ണം മാത്രമാണ്, കുറെ തുണിക്കഷ്ണങ്ങൾ കൂട്ടിച്ചേർന്നിട്ടാണ് ഇവരെന്നെ ഇങ്ങനെ ഒരു തിരശ്ശീല, ഒരു കർട്ടൻ പോലെ ഉണ്ടാക്കി വലിച്ചു കെട്ടിക്കാണ്, എന്റെ രണ്ടറ്റവും വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്, ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഞാനിപ്പോ എന്ത് കഥ പറയാനാന്ന് ചോദിച്ചു. എല്ലാവരും അവിടുത്തെ അപ്പുറത്തെ രാജകുമാരി ഇരിക്കുന്നുണ്ട്, അപ്പുറത്തെ മുറിയില് രാജാവും ബാക്കിയുള്ള ആൾക്കാർ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ ഇവർ സംഭാഷണം കേൾക്കാനായിട്ട്. അവർ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ കർട്ടൻ സംസാരിക്കണേ,
ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കണ പോലെ ഒരു കർട്ടൻ കിടന്ന് സംസാരിക്കണു. അപ്പൊ ഇയാൾ എന്തോ ഒരു അത്ഭുത മനുഷ്യനാണല്ലോ, അല്ലെങ്കിൽ എന്തോ ദൈവത്തിന്റെ ശക്തിയുള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത്, അല്ലാണ്ട് സാധാരണക്കാരനല്ല എന്ന് എല്ലാവർക്കും സംശയമായി. രാജകുമാരിക്ക് പെട്ടെന്ന് പേടിയായി. നമ്മുടെ ഏകരമ്പ വിചാരിച്ചു കർട്ടൻ സംസാരിക്കേ, അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളാരായിരിക്കും? രാജകുമാരി പെട്ടെന്ന് ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് അപ്പുറത്തേക്ക് കിടന്നു. അപ്പോ രാജകുമാരി ഇങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ വീണ്ടും നമ്മുടെ രത്നവ്യാപാരി വിക്രമാദിത്യൻ പറഞ്ഞു, അല്ലയോ കർട്ടൻ, ഇനി നിനക്കെങ്കിലും ഒരു കഥ പറഞ്ഞൂടെ? നിനക്ക് ഇത്രയും വിഷമാണെന്നൊക്കെ അറിഞ്ഞപ്പോ നമ്മുടെ രാജകുമാരി വേഗം സങ്കടപ്പെട്ട് നിന്റെ കഥ കേൾക്കാനായിട്ട് ദേ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഇനി നിനക്കൊരു കഥ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സമയത്ത് വേതാളം വീണ്ടും കഥ പറയാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിക്രമാദിത്യനോടും ഈ രാജകുമാരിയോടും കൂടി വേതാളം ഓരോ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ കഥകൾ ഓരോന്നായിട്ട് അടുത്ത തവണ കേട്ടു തുടങ്ങാം. ഓക്കെ, ഇന്നത്തെ കഥ രസമുണ്ടല്ലോ കേൾക്കാൻ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത തവണ കാണാം. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നമസ്കാരം പറയുന്നു. വിക്രമാദിത്യൻ കഥകളിലെ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.